എപ്പോഴും ഞാൻ എവിടെ ഉണ്ടെന്ന് വൈഫിനോട് ചോദിച്ചാൽ വൈഫ് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വൈഫിനോട് പറയാതെ പോകാനും എനിക്ക് ടെൻഷനാണ്. കുറെ ഫ്രണ്ട്സൊക്കെ പറയണം നമുക്ക് ഇവിടെ ഒന്ന് പോയാലോ, പോയി പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാണ്. കാര്യം ഇവളോട് പറയാതെ പോകുമ്പോൾ എന്നുള്ള നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പോകാറില്ല. അല്ലെങ്കിൽ പിന്നെ ഇവളോട് പറഞ്ഞ സത്യമായിട്ട് സിനിമയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. എനിക്ക് വേറെ ഒരു ഫ്രണ്ട് സർക്കിളോ ഒരു ഗോസിപ്പ് ടീമുകളോ അല്ലെങ്കിൽ ഒരു പാർട്ടി ടീമുകളോ ഒന്നും എനിക്കില്ല. അപ്പൊ ലൈഫിൽ പൊതുവെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രീ പ്ലാനിങ് ഒരിക്കലും ഇല്ല. ഒരു പ്രീ പ്ലാൻഡ് അല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ എന്താണ് നമ്മൾ പോകുന്ന വഴി കൂടെ നമ്മൾ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ല ഇന്ന ആള് കണ്ടു കഴിഞ്ഞാൽ ഇന്ന സിനിമ, അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ട് ചെയ്തെല്ലാം ഫ്ലോപ്പ് ആവുകയും ചെയ്തു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് അങ്ങനെ പേരെടുത്ത് പറയാനും ആരുമില്ല. അതെന്റെ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുന്ന ആളുകളും ഉണ്ട്. കാരണം പല സിനിമകളിലും തെറ്റായ രീതിയിലുള്ള ഇത് ചെയ്യാറ്. ഇപ്പോൾ ഉദാഹരണം ഒരു ഡെഡ് ബോഡി എടുത്തിരുന്നു, വളരെ തൊപ്പികൂരി സെലക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു അല്ലേ, അത് ചെയ്യാൻ പാടില്ല. യൂണിഫോമിന് വില ഉണ്ടാവണമെങ്കിൽ യൂണിഫോം ഇടുന്ന ആൾക്കൊരു വില ഉണ്ടാവും. എൻ്റെ ചാച്ചൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതോട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കള്ളന്മാരെ പിടിക്കുന്നത്, എങ്ങനെ ധൈര്യം? ചാച്ചൻ പറയാം, ആ ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു 10 ആന വന്നാൽ ഒറ്റയടിക്ക് ഇടാൻ പറ്റുന്നൊരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ട്. ഒരു സാറ് പറഞ്ഞില്ലേ എത്ര മാസം അത് ട്രെയിനിങ് എന്ന് പറഞ്ഞത്, അതാണ് ആ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ധൈര്യമാണെന്നാണ് പറയുന്നത്. യൂണിഫോമിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊരു ദിവസം ഊരി വെക്കേണ്ടതാണെന്നുള്ള ബോധം. മൂന്നാം മുറ എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ്, കാടത്തമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ മോഷ്ടാവ് ഒരു 4-5 ചോദ്യം എഴുതിയിട്ടിട്ടാണ് പോയേക്കുന്നത്. ഇത് വായിച്ചെടുക്കാനുള്ള ബോധം ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിഫോം ഇല്ല. ചാച്ചൻ ഞാൻ ലൈഫിൽ പോലീസ് യൂണിഫോമിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് പോലീസ് എന്ന് പറയുമ്പോൾ ചാച്ചന്റെ ഫേസ് എനിക്ക് ഓർമ്മ വരത്തുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സാധാരണക്കാരൻ ഒരാളായിരുന്നു. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്തും ഏതും നമുക്ക് ഏറെ വിലപ്പെട്ടതായി തോന്നുക 2 സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഒന്നെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ അത് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴായിരിക്കും. ലാഭവും നഷ്ടവും സുഖവും ദുഃഖവും ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകൾ തുറന്നുകൊണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അഭിനയത്തിന്റെ അതിർവരമ്പുകൾ മറികടന്ന ഒരു നടൻ. അദ്ദേഹത്തിന്റെ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിനോട് 100 അല്ല 110% ശരിക്കും നീതി പുലർത്തുന്നു എന്ന് നമുക്ക് തോന്നുന്ന, എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു നടനല്ലേ, എത്രയോ ഭാഗ്യം ചെയ്ത ഒരു നടൻ എന്നൊക്കെ നമുക്ക് തോന്നും. അതെ, ഹാർവിയോറ പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇന്ന് ജീവിതകഥയുമായി നമ്മളോടൊപ്പം ചേരുന്നു കലാഭവൻ ഷാജോൺ. വെൽക്കം ടു ദ ഷോ. സുഖമായിട്ടിരിക്കുന്നു? അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഷാജൻ ചേട്ടന് പ്രത്യേകിച്ചും കൂടുതൽ സന്തോഷമാണ് എന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മുടെ CID നല്ലൊരു അഭിപ്രായമായിട്ട് തിയേറ്ററിൽ ഇപ്പൊ എല്ലാവരും പറയണെന്ന് വെച്ചാല് ജിത്തു ജോസഫിന്റെ മൂവിക്ക് ശേഷം അതുപോലെ ഭയങ്കര ത്രില്ലിംഗ്, നല്ലൊരു ത്രില്ലിംഗ് ആണ്, ഭയങ്കര നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടുള്ള നല്ലൊരു മൂവി. ഇതാണ് മൂവി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒന്ന്. അപ്പോൾ നമുക്ക് മൂവിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ ആദ്യം നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇതാണ് നിങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഷാജൻ ചേട്ടന്റെ ലൈഫ് എത്രത്തോളം മനോഹരമാണ്? എന്താ പറയുക, ദൈവത്തിന് ഒരുപാട് നന്ദി. നമ്മൾ വിചാരിച്ചതിനെ കഴിഞ്ഞും എല്ലാം അപ്പുറമുള്ള ഒരുപാട് സന്തോഷങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. സ്വപ്നം കാണാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ട് ഹാപ്പിയാണ് പറയുന്ന പോലെ. ശരിക്കും മറ്റുള്ളവർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ, ചിലപ്പം മറ്റുള്ളവർ കാണുമ്പോൾ കുശുമ്പ് തോന്നും, ഒരു അസൂയ തോന്നും. ഇവൻ്റെയൊക്കെ തലയിൽ വരച്ചതൊക്കെ നമുക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടി എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഇത് തന്നെയായിരിക്കും ഷാജൻ ചേട്ടൻ്റെ. അപ്പോൾ ഈ ഒരു ലൈഫിൽ ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഡൗൺസ് അധികം ഫേസ് ചെയ്തിട്ടേ ഇല്ലേ ഷാജൻ ചേട്ടൻ? അല്ല, ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാവാം. ഞാൻ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഓരോ കാര്യങ്ങളൊന്നും അങ്ങനെ ടെൻഷൻ അടിക്കാത്ത ഒരാളാണ്. മനസ്സിലായി? സത്യമായിട്ട് ഞാൻ അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ഒരാളൊന്നും അല്ല, ഒരിക്കലും അല്ല. അപ്പൊ ലൈഫിൽ പൊതുവെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രീ പ്ലാനിങ് ഒരിക്കലും ഇല്ല. ഒരു പ്രീ പ്ലാൻഡ് അല്ല, ഒരിക്കലും ഇല്ല. നമ്മള്
എന്താണ് നമ്മൾ പോകുന്ന വഴി കൂടെ നമ്മൾ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ല ഇന്ന ആൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ന സിനിമ, അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ട് ചെയ്തെല്ലാം ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അത് ശരി. ഞാൻ വിചാരിച്ചു ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ടാണ് ലൈഫിനെ ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ഒരാളെ അല്ല. ഞാൻ ജീവിതത്തെ എന്താണ് ഒരുപാട് ടെൻഷനോടെ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഒരാളുമല്ല. എന്താണ് നടക്കുന്നത്, ഓക്കെ, എന്ത് അത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിക്കാറുമില്ല, ഒരു കാര്യം ഓർത്ത് ഒരുപാട് സന്തോഷിക്കാറുമില്ല. എന്താണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും എന്നുള്ളതല്ലാതെ ഒന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കത്തുമില്ല. അങ്ങനത്തെ ഒരു മനസ്സിനെ ഇങ്ങനെ ഒരു രീതിയിൽ പാകപ്പെടുത്തിയത് ഇപ്പോ ഇത്രയും ഒന്ന് ഇതായതിനു ശേഷമാണ്, അതോ തുടക്കത്തിലെ തന്നെ ഇങ്ങനെ ഒരു മുതലേ ഞാൻ അങ്ങനെ ആടോ ഈ പറയുന്ന പോലെ ഞാൻ ഒന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളല്ല. ഞാൻ ഈ പറയുന്നത് പോലെ എന്താണ് നമുക്ക് എന്താണോ വരുന്നത് ആ സമയത്ത് നമ്മൾ പക്ഷെ ആ ചെയ്യുന്ന ജോലി 100% ആത്മാർത്ഥമായിരിക്കും. അതിനകത്ത് നമ്മൾ വേറെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് വന്നിട്ടുണ്ടെന്നുള്ള ഇതിനുള്ളിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതല്ല. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അവിടെ പോകണമല്ലോ, അവിടെ ചെഞ്ഞ് അവർ വിളിച്ചോണ്ട് ഒരു ടെൻഷനും ഇല്ല എനിക്ക്. ഞാനിവിടെ വന്നു, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ ബാക്കി ടെൻഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ഇത് എത്രത്തോളം നമ്മൾ ഗംഭീരമാക്കാവോ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എന്തും ചിന്തിക്കുള്ളൂ. ഞാൻ ചെയ്ത എല്ലാ ജോലികളും അങ്ങനെ തന്നെയാണ്. ശരിക്കും മനസ്സ് എപ്പോഴും റിലാക്സ്ഡ് ആണ്. ഞാൻ ഒരു കാര്യം ഓർത്ത് ദൈവം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തുന്ന ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ ദൈവം എനിക്ക് വരുത്തിയിട്ടില്ല. പ്രാർത്ഥനകൾ കൊണ്ടും നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും ഒക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതല്ലാതെ അങ്ങനെ എന്താണ് ഒരു വലിയ ടെൻഷൻ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഇനി നാളെ അതെന്ത് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് എടുക്കും, അയ്യോ അവരോട് പറഞ്ഞു, അങ്ങനെ ദൈവം അനുസരിച്ച് ഈ നിമിഷം വരെ അങ്ങനെ ഒരു അതുകൊണ്ട് പിന്നെ ഇനി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ മെൽറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് പോലും ചോദിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്, അല്ലേ? അപ്പം ഒരു ദിവസത്തിന് മുകളിലേക്ക് പോലും അങ്ങനെ ഒരു ഈവൻ ഡയറക്റ്റ് ചെയ്ത സമയത്ത് പോലും അത്രയ്ക്കും ആ ഒരു ക്യാപ്റ്റൻ ആയിട്ട് ഇരിക്കുമ്പോൾ പോലും ഈ ഒരു ടെൻഷനോ ഇതൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല സത്യം പറയാനാണെങ്കിൽ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഉണ്ടാവാം, പക്ഷെ എന്റെ ചിന്തകളിലേക്കോ എന്റെ ജീവിത രീതികളിലോട്ടൊന്നും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. മീൻസ് അതൊന്നും വന്നിട്ടില്ല. നമ്മുടെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട വരികയോ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സമയത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഡയറക്ഷൻ പരിപാടിയിലോട്ട് പെട്ടെന്ന് വരുന്നു, ആകസ്മികമായിട്ട് വരുന്നു, ഓക്കെ വന്നു, ഇത് ചെയ്യണം, ഓക്കെ അത് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കഴിവിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം നമ്മൾ ചെയ്യുന്നു. അതിനകത്ത് കുറവുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, അതൊന്നും ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. നമുക്കും അതൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മുടെ കഴിവിന്റെ പരമാവധി അതിന് വേണ്ടിയിട്ട് നമ്മൾ 100% കൊടുത്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ടെൻഷൻ ചെയ്യും അതെന്ത് ചെയ്യും മറ്റൊരു ടെൻഷൻ അങ്ങനെ. ആ സിനിമയാണെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ടാണ് അത് തീർന്നത്. തീർച്ചയായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനും പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു നടനും കൂടെ അവകാശപ്പെട്ടതാണ് ആ ഒരു സ്മൂത്ത്നെസ്. പക്ഷെ അതും അങ്ങനെ തീരുമാനിച്ച് ഒരു ടെൻഷനോ ഒരു കാര്യങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ അതും സ്മൂത്തായിട്ട് അങ്ങ് വന്നു, തിയേറ്ററിൽ വന്നു, പ്രൊഡ്യൂസറിന് ലാഭം കിട്ടി, കുറെ പേർക്ക് അത് ഇഷ്ടമായി, അങ്ങനെയാണ്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു പൊതുവേ ഷാൻചാന്റെ മനസ്സിനെ അങ്ങ് പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്ത് വന്നാലും ഒരു വീഴ്ച വന്നാലും സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് ഹാപ്പിനെസ് വന്നാലും എല്ലാത്തിനെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അത് ഞാൻ പാകപ്പെടുത്തി എന്നുള്ള വേർഡ് തന്നെ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. ഇനി എന്ത് വന്നാലും നമ്മൾ അതിനോട്ട് വിഷമിക്കാൻ പാടില്ല, അല്ല ഇനി എന്ത് വന്നാലും നമ്മൾ ഒരുപാട് സന്തോഷിക്കാൻ പാടില്ല. അങ്ങനൊന്നും പാകപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയാവുള്ളൂ, എനിക്ക് ഈ പറയുന്നത് പോലെ എന്നോട് ആരോടെങ്കിലും ശത്രുത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആരോട് ശത്രുതയില്ല. എന്നോട് ആരോടെങ്കിലും ഷാജോണിനോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടെന്ന് ചോദിച്ചാലും എനിക്കറിഞ്ഞില്ല. കാര്യം ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകും. അത് നല്ലതും അതെ, നല്ല വശമുണ്ട് ചീത്ത വശം. ചില എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കണം, നമ്മളന്ന് അവിടെ പോയപ്പോൾ മറ്റേ ആൾ നിനക്കൊന്നും ഒരു സാധനം കൊണ്ട് തന്നില്ല, നീ ഓർക്കുന്നില്ല. ഞാൻ നീ മറന്നുപോയ മറ്റേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നീ അന്ന് പറഞ്ഞില്ല നിനക്ക് അത് വേണമെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ മറ്റേ തോമാച്ചായം കൊണ്ടുവന്ന് നിനക്ക് തന്നില്ലേ, ഞാനത് മറന്നുപോകും. അതേപോലെ തന്നെയാണ് നീ എന്തിനാ അവനോട് വിളിക്കാൻ പറയാൻ പോയി, എന്തിനാ അവനല്ലേ പണ്ട് നിനക്കിട്ട് അങ്ങനെ ഒരു പണി തന്നെ ഓർക്കുന്നത്. അപ്പോൾ എടാ മറ്റേ ഇതിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവനല്ലേ പറഞ്ഞിട്ട് മറ്റേ ആൾ പറഞ്ഞില്ല നിന്നോട്, അയാൾ പറഞ്ഞോണ്ടാ ഷാജോണ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അത് ഞാൻ മറന്നുപോകും. അപ്പൊ ഈ മറവി കാരണം ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ബ്ലണ്ടർ ആയിട്ടുണ്ടായ ഒരു സംഭവം പറയാൻ അങ്ങനെയില്ല. ബ്ലണ്ടർ എനിക്ക് അങ്ങനെ ബ്ലണ്ടർ വന്നിട്ടില്ല, ഒന്നുമില്ല. ഈ മറവി കാരണം അങ്ങനെ അബദ്ധങ്ങളോ ഒരു അബദ്ധങ്ങളും വന്നില്ല. എന്താണെന്നറിയോ, നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആർക്കെങ്കിലും ഉള്ള കാര്യങ്ങൾ അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണല്ലോ നമുക്ക് അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഞാൻ എൻ്റെ ലൈഫിലുള്ള എന്തൊക്കെയാണോ ഞാൻ ഷൂട്ടിംഗ് ഇല്ല അല്ലെങ്കിൽ സിനിമയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കാണും.
എനിക്ക് വേറെ ഒരു ഫ്രണ്ട് സർക്കിളോ ഒരു ഗോസിപ്പ് ടീമുകളോ അല്ലെങ്കിൽ ഒരു പാർട്ടി ടീമുകളോ ഒന്നും എനിക്കില്ല. ഞാൻ സിനിമ ഷൂട്ടിംഗ് ഇല്ല വീട്ടിൽ കാണും. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു സിനിമയ്ക്ക് പോയി, സിനിമ കഴിഞ്ഞപ്പോഴേ ഞാൻ വീട്ടിൽ ചെന്ന് ഊണ് കഴിച്ചു, 3 മണിക്ക് ഇവിടെ വരണം എന്ന് പറഞ്ഞ് 2:30 ആകുമ്പോൾ ഇറങ്ങി ഇതിന് വന്നു. ഇത് കഴിഞ്ഞാൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട 1-2 പേര് അതിന് പോകുന്നു, നേരെ വീട്ടിൽ പോകുന്നു. അതല്ലാതെ വേറൊരു കമ്പനിയോ ഗാങ്ങോ ഒന്നുമില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ പോലും എനിക്കങ്ങനെ പേരെടുത്ത് പറയാനും ആരുമില്ല. അതെൻ്റെ കുറവാണെന്ന് എനിക്കറിയാം, അതൊരു കുറവായിട്ട് വളരെ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കുറച്ച് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കുറെ ഉണ്ട്. കാര്യം ഞാൻ ആരെ അങ്ങനെ വെറുപ്പിക്കാറില്ല, മനസ്സിലായില്ലേ? എന്നാൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ അവരെ സമീപിക്കാറില്ല. അതുകൊണ്ട് തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് മുതൽ ഒരുപാട് പേര് നമ്മളൊരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ റിപ്ലൈ ചെയ്യും. കാര്യം അവർക്കറിയാം നമ്മളവരെ ഒരു കാര്യത്തിനും വിളിച്ചങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം ഷാജോൻ വിളിച്ചിരുന്നത്. അങ്ങനെ പോകുന്നൊരു ലൈഫാണ് എൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇതുവരെ അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടില്ല. ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ച് ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വളരെ നല്ല വളരെ നല്ല കുറെ സൗഹൃദങ്ങൾ എനിക്കുണ്ട്. ആ സൗഹൃദങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ഇനി ഈ ഷാജൻ ചേട്ടൻ്റെ ലൈഫിനെ ഇത്രയും മനോഹരമാക്കുന്ന ഫാക്ടേഴ്സ്, ഇങ്ങനെ ഒരു ഇതും ഇല്ലാണ്ട് എന്നും എപ്പോഴും ഒരേപോലെ ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. എൻ്റെ ഫാമിലി, ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ വൈഫായിട്ടാണ്. പിന്നെ ഇപ്പോൾ കുട്ടികൾ വളർന്നപ്പോൾ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അത് ഈ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സിനിമ പുറത്തുള്ള സൗഹൃദങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് എൻ്റെ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആണോ? അപ്പോൾ ഓരോ സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഈ CID ചെയ്യണേ തന്നെ അതെല്ലാം ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്? അല്ല, സിനിമ തിരഞ്ഞെടുക്കുന്നത് അവളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് ഞാൻ എൻ്റെ തീരുമാനത്തിനാണ്. ഞാൻ പറഞ്ഞത് സ്ക്രിപ്റ്റുകൾ ഡിസ്കസ് ചെയ്യും. മനസ്സിലായി. ഇപ്പം ഒരാൾ കഥ പറയാൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ പോകുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ എന്നാലും നമുക്ക് ചൂസ് ചെയ്യാൻ കുറച്ച് കാരണങ്ങളുണ്ടാവും. നമ്മുടെ വിശ്വാസമാണല്ലോ ഏറ്റവും വലുത്, നമ്മളാണല്ലോ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ അവളുടെ കുറച്ച് ഇങ്ങനെ കുറേ ഡ്രോബാക്സ് ആവും. അവിടെ ഇങ്ങനെ കുഴപ്പമുണ്ടല്ലോ, ഇതിങ്ങനെയാണല്ലോ, അത് കുഴപ്പമാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അല്ലടി അങ്ങനെയല്ലോ, ഞാൻ അതിങ്ങനെ വന്നാൽ അത് നന്നായിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് ഷെയർ ചെയ്യും. ഇന്ന സിനിമയാണ് ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ അടുത്ത സിനിമ ഇതാണ്, ഇന്ന ആൾക്കാരാണ് അതിൻ്റെ, ഇന്ന ആൾക്കാർ വന്ന് കഥ പറഞ്ഞിരുന്നു, എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ലക്കി ചേച്ചി കാര്യങ്ങളെല്ലാം അപ്പൊ അറിയിക്കുന്ന ഒരു ഭർത്താവാണല്ലോ കൂടെ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ. അതായത് അമ്മച്ചി ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ചായിരുന്നു കലാഭവൻ മിമിക്രിയൊക്കെ. പണ്ട് മുതലേ ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ വിളിച്ച് പറയും, അമ്മച്ചി ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഞങ്ങൾ നേരെ തൃപ്പൂണിത്തുറയ്ക്ക് പോവുകയാണ്, അവിടെയാണ് വൈകിട്ട് പ്രോഗ്രാം. അപ്പം വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടുകാർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ എവിടെ ഉണ്ടെന്ന്. അത് കല്യാണം കഴിഞ്ഞപ്പോൾ നേരെ അത് വൈഫിലോട്ടായെന്നുള്ളൂ. ഞാൻ എവിടെ ഉണ്ടെന്ന് വൈഫിനോട് ചോദിച്ചാൽ വൈഫ് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വൈഫിനോട് പറയാതെ എങ്ങും പോകാനും എനിക്ക് ടെൻഷനാണ്. കുറേ ഫ്രണ്ട്സൊക്കെ പറയണം നമുക്ക് ഇവിടെ ഒന്ന് പോയാലോ, ചുമ്മാ ഒന്ന് പോയി പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാര്യം ഇവളോട് പറയാതെ പോകുമ്പോൾ എന്നുള്ള നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പോകാറില്ല. അല്ലെങ്കിൽ പിന്നെ ഇവളോട് പറഞ്ഞിട്ട് സത്യമായിട്ട് അതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. 1-2 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ ഒരു ദിവസം സ്ക്രിപ്റ്റ് ഡിസ്കഷനാണ്, പിറ്റേ ദിവസം പൊളിക്കാൻ പോവാം. ഓക്കെ, ആ സമയത്ത് നമുക്കറിയാം ഒരു ദിവസം പൊളിയായിരിക്കും എന്ന് അറിയാം. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒറ്റ ഹലോയിൽ അവൾ പിടിക്കും. അതുകൊണ്ട് പിന്നെ ഒന്നും ഒളിച്ചു വെക്കാൻ. അപ്പോൾ പിന്നെ നമ്മളെ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അങ്ങ് വീഴുക എന്നല്ലാണ്ട് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി നമുക്ക് ഷാജൻ ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഇന്നിപ്പോ ചോദിച്ചാൽ പറയാൻ പറ്റുന്നത് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI തന്നെയാണ്. ആ സിനിമയിലെ രാമചന്ദ്രൻ എന്ന ഒരു SI ക്യാരക്ടർ ശരിക്കും അത് സിനിമയിലെ ഒരു ക്യാരക്ടറായിരുന്നു ഷാജൻ ചേട്ടൻ ചെയ്തത്. റിയൽ ലൈഫിലെ 2 രാമചന്ദ്രൻ എന്ന് പറഞ്ഞ SIമാരെ ഞാനിപ്പോ ഇവിടെ കൊണ്ടുവന്നാലോ? മനസ്സിലായില്ല? മനസ്സിലായില്ലല്ലോ? ഇപ്പൊ വരും. നമസ്കാരം. വരും. നമസ്കാരം സർ. ഇവര് 2 പേരുമാണ് ഒറിജിനൽ ആയിട്ടുള്ള രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോഴും സർ വർക്ക് ചെയ്യാണ്. റിട്ടയർഡ് ആയ രാമചന്ദ്രൻ. അപ്പൊ ഇനി ഈ ഒറിജിനൽ രാമചന്ദ്രന്മാർക്കും ക്യാരക്ടർ രാമചന്ദ്രനും കൂടെയുള്ള ഒരു നിമിഷമാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആ സിനിമ ഇന്നിപ്പോ റിലീസ് ആയതേ ഉള്ളൂ, കണ്ടു കാണില്ല എന്നറിയാം.
അതെ, വരാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? അപ്പൊ ഷാജി ചേട്ടൻ എന്താ ഇവരുടെ അടുത്ത് ആ ഒരു ക്യാരക്ടർ? റിട്ടയർ ആയത് എവിടുന്നാണ്? ഞാൻ ആലുവ ആലുവ പോലീസ് സ്റ്റേഷൻ. ആലുവ പോലീസ് സ്റ്റേഷൻ. സാറോ? ഞാൻ കളമശ്ശേരി. കളമശ്ശേരി ആയിരുന്നല്ലോ. ഓക്കെ. എത്ര വർഷമായി ഇപ്പം റിട്ടയർമെന്റ്? ഞാൻ 14 വർഷമായേ ഉള്ളൂ. ഓ ശരി. എത്ര നാളായി? 10 വർഷമായി. റിട്ടയർ ചെയ്തിട്ട് 14 വർഷമായി. 14ആയി. സാർ എവിടെ ഏത് സ്റ്റേഷൻ? ആലുവയിലാണ്. സാറോ? ഞാൻ കളമശ്ശേരി. ഓ ഓക്കെ. ഇപ്പൊ രണ്ടുപേരും താമസിക്കുന്നത് ഇവിടെ തന്നെയാണോ? കൂത്താട്ടുകുളം. ഞാൻ ഊന്നുകൽ എന്ന് പറയും, നേരിമംഗലം. ഓ ഓക്കെ ഓക്കെ. ഇതിനകത്ത് ഇപ്പം ഷാജി ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണല്ലോ, ഒരു കൊലപാതകം ഇത് അന്വേഷിക്കാൻ പോകുന്ന ട്രെയിലറിൽ നിന്ന് നമുക്ക് അതൊക്കെയാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ലൈഫിലും ഇത്തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് എത്രയോ എക്സ്പീരിയൻസ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഷാജി ചേട്ടൻ തന്നെയാണ് നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ സിനിമകളിലെ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങളൊരു റിയൽ SI പോലീസ് ഓഫീസർ ആകുമ്പോൾ ഇദ്ദേഹം ഒക്കെ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ അത് ഫീൽ ചെയ്യണത്? ഒന്ന്, ഈ പോലീസിനെ പറ്റിയുള്ളൊരു സിനിമ വരുമ്പം കുറേ റിസർച്ച് അതിനകത്ത് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല സിനിമകളിലും തെറ്റായ രീതിയിലുള്ള ഇത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡെഡ് ബോഡി എടുത്ത് ചെല്ലുന്നു, ഉടനെ തൊപ്പി ഊരി സല്യൂട്ട് ചെയ്യുന്നു, ഇങ്ങനെ നിൽക്കുന്നു അല്ലേ? അത് ചെയ്യാൻ പാടില്ല. ശരിക്ക് സല്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാരും എപ്പോഴും പണ്ട് സിനിമയിൽ ചെയ്തിട്ടുള്ളത് ആരോ ചെയ്തതാണ്. ഡെഡ് ബോഡി കണ്ടോടെ മരിച്ചു എന്ന് പറഞ്ഞാണ് ഊരിട്ട് ഇങ്ങനെ നിൽക്കും. അത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. അപ്പൊ അത് ഷാജി ചേട്ടൻ നിങ്ങൾക്ക് സിനിമയിൽ ആരും അത് ഇതുവരെ കറക്റ്റ് ചെയ്ത് അത് മുൻപ് ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് അതില്ല. ഇപ്പൊ കുറെ നാളായിട്ട് ഇപ്പൊ അവർ പറയാറുണ്ട്, നമ്മുടെ ഡയറക്ടേഴ്സ് തന്നെ പറയാം അത് വേണ്ട. അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആരെങ്കിലും ഉണ്ടാവും നമ്മുടെ ലൊക്കേഷനിൽ. മനസ്സിലാവും. ഒന്നെങ്കിൽ സർവീസ് ഇരിക്കുന്നവരായിരിക്കാം, റിട്ടയർ ചെയ്തവരായിരിക്കാം. നമ്മുടെ ഈ ലൊക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നു, സർവീസ് തന്നെ ഉണ്ടാവും. 1-2 പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അഭിനയിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവരോട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അവരോട് ചോദിക്കും, ഈ സമയത്ത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ജൂനിയേഴ്സ് പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിരിക്കും സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ജൂനിയേഴ്സിനെ പെട്ടെന്ന് അറിഞ്ഞുകൂടി ഇവരുടെ ഒരു കറക്റ്റ് സല്യൂട്ട് ഉണ്ട്. അത് പോലീസുകാർ ചെയ്യുന്നത് ആർക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അത് അപ്പൊ അത് ട്രെയിൻഡ് ആണല്ലോ. 9 മാസം ഗ്രാമീണ ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവും, ലൊക്കേഷനിൽ ഉണ്ടാവും. ഇപ്പൊ അങ്ങനെ മുമ്പായിരുന്നു അത് മരിച്ചു എന്ന് പറഞ്ഞ അപ്പൊ തൊപ്പി ഊരിട്ട് നിൽക്കും. അല്ല, തൊപ്പി ഊരാൻ പാടില്ല. പാടില്ല. ശരിക്ക് കോംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. മൃതദേഹത്തെ നമ്മൾ ആദരിക്കണം. അപ്പം മൃതദേഹം മരണം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി ഊരി ഇങ്ങനെ മൗനപ്പെട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. ശരിക്ക് സല്യൂട്ട് ചെയ്യാണ്, മൃതദേഹത്തെ സല്യൂട്ട് ചെയ്യും. കാരണം നമ്മുടെ ആർട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമാണെന്നുള്ളതാണ്. അതുപോലെ വേറൊന്ന് ചോദിച്ചോട്ടെ സാർ, ഈ പൊതുവെ നമ്മൾ പറയുന്നത് ചില പോലീസ് യൂണിഫോം ഇല്ലെങ്കിൽ ആ പോലീസിനൊരു വിലയില്ല, യൂണിഫോം ഇട്ടാലേ പോലീസിനൊരു വില കിട്ടുള്ളൂ, അല്ലെ മറ്റുള്ളവർ പേടിക്കുള്ളൂ, റെസ്പെക്ട് ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, യൂണിഫോമിന് വില ഉണ്ടാവണമെങ്കിൽ യൂണിഫോം ഇടുന്ന ആൾക്കൊരു വില ഉണ്ടാവണം. അകത്തുള്ള ഒരാളുണ്ടല്ലോ, ആ വ്യക്തിക്ക് വിലയുണ്ടെങ്കിൽ, അയാൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, അയാൾക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ, അയാളിടുന്ന ഏത് വേഷം ഇട്ടാലും, അധ്യാപകനായാലും പോലീസുകാരനായാലും ക്ലർക്കായാലും, അയാൾക്ക് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാവും. ഇതില്ലാതെ വന്ന ഒരാൾ യൂണിഫോം ഇടുന്നു, അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആയിരുന്നില്ലായിരിക്കും, അയാൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് വേറെ ആയിരിക്കാം. അപ്പൊ അതിൻ്റെതായ ഫ്രസ്ട്രേഷനൊക്കെ പുള്ളിക്കുണ്ടാവും. അല്ല സാർ, ഈ പോലീസിന് നമ്മൾ റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ പോലീസിൽ ഇരിക്കുമ്പോഴുള്ള ഒരു വില കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അതായത് യൂണിഫോം ഇല്ല എന്നുണ്ടെങ്കിൽ വില ആ ഔദ്യോഗിക പദവി ഇല്ലല്ലോ. അതെ. അപ്പൊ അതാ ചോദിച്ചത്. അപ്പൊ നമ്മൾ ഭയങ്കര സാറേ എന്നൊക്കെ വിളിച്ച് നമ്മുടെ കൂടെ വരുന്നവരും അല്ലെങ്കിൽ നമ്മളെ കണ്ട ഒരുപാട് ബഹുമാനിക്കുന്നവരൊക്കെ ആ സമയത്ത് ചില കാര്യങ്ങൾ ചിലപ്പം സ്നേഹം കൊണ്ടൊക്കെ നടക്കുമായിരിക്കും. ഇല്ല സാറേ, അത് ഇല്ല, അങ്ങനൊന്നുമില്ല. അത് ആദ്യം സാറേന്ന് വിളിക്കുന്ന ഈ യൂണിഫോമിനുള്ള ഇതാ. പക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉള്ളത് പിന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നന്നായിരിക്കണം. അതെ, അതാണ് കറക്റ്റ്. നമ്മുടെ നന്നായിരിക്കണം. ഈ സിനിമയിലെ ഷാജി ചേട്ടൻ ഇതേപോലത്തെ ഒരു ഡയലോഗ് പറയുന്നത് യൂണിഫോം ഇല്ലെങ്കിൽ, ഇതിപ്പം ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായമാണ്. ഇതിനെതിരെ അഭിപ്രായമുള്ളവരുണ്ട് കേട്ടോ. കാര്യം ഒരുപാട് പേര് പറഞ്ഞു. കാര്യം എൻ്റെ ചാച്ചൻ പോലീസിലായിരുന്നു, അറിയാലോ. അപ്പം ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഒരു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലാണ്. ഒരുപാട് പോലീസുകാരെ കണ്ടു വളർന്ന ഒരാളാണ്. അന്നും അതെ, ഇപ്പോഴങ്ങനെ ഇവർ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ പണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഈ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുമ്പോൾ കയ്യിലിരിപ്പ് നന്നായിരിക്കണം. അതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഒരു ഓർമ്മ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ ഒരു ഇരുമ്പ് കടയുണ്ട്, നമ്മുടെ കഞ്ഞിക്കുഴി ഒരു ഇരുമ്പ് കടയുണ്ട്. ഞാൻ ഇരുമ്പ് കടയുടെ പേര്, ഓഫീസറിന്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ കുറെ ലോഡിങ്ങുകാരുണ്ട്, യൂണിയൻകാരുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ ചാച്ചനായിട്ട് ഭയങ്കര കമ്പനി. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുന്നതൊക്കെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നിട്ടാണ്.
ഇപ്പോൾ ഒരു ലത്തീഫിക്ക എന്നൊക്കെ പറഞ്ഞൊരു ഇക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ മോനെ അവനതരം എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമാണ് ചാച്ചനെ. അപ്പോൾ അവിടുത്തെ വേറൊരു ഓഫീസർ ഇങ്ങനെ റിട്ടയർ ആയതിൻ്റെ അന്ന് ഇവരൊരു 5-6 പേര് വന്നിട്ട് ഈ ഓഫീസറെ വിളിച്ചു, സാറേ റിട്ടയർ ആയി, നമ്മൾ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞ് നേരെ അന്ന് കഞ്ഞിക്കുഴി ഷാപ്പുണ്ട്, ഷാപ്പിൽ പോയി കള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇട്ട് ചിഞ്ച പരുവാക്കിയിട്ട് വോട്ടേഴ്സിന് മുമ്പിൽ കൊണ്ടിറങ്ങി. അയാളുടെ ഇവരോടുള്ള പ്രവൃത്തി എങ്ങനെയായിരുന്നു? അതുകൊണ്ടാണ് മനസ്സിലായില്ലേ. ആ സമയത്ത് ഇപ്പോഴും അവരെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പോഴും അവിടെ ചെല്ലുമ്പം ചാച്ചനെ അന്ന് അറിയാവുന്നവരെ, ചാച്ചനിപ്പം മരിച്ചിട്ട് തന്നെ 25 വർഷത്തോളമായി, റിട്ടയർ ചെയ്തിട്ടൊരു 7-8 വർഷത്തിന് ശേഷമാണ് ചാച്ചൻ മരിക്കുന്നത്. അപ്പം ചാച്ചനെ അറിയാവുന്ന പഴയ ആൾക്കാരോടൊക്കെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും ആ ബഹുമാനമുണ്ട്. എൻ്റെ ചാച്ചൻ ഈ പറഞ്ഞ പോലെ ജോലിയിലിരിക്കുമ്പം ഒന്ന് സത്യമായിട്ടും എൻ്റെ ചേട്ടൻ്റെയും ദൈവാനുഗ്രഹിച്ചുള്ള ഈ ആരോഗ്യം അല്ലാതെ വേറെ ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കാത്ത ഒരാളാണ് എൻ്റെ ചാച്ചൻ. അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴും പറയുമ്പോൾ ആ ഒരു സ്നേഹമുണ്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് അതിനനുസരിച്ചാണ് നമ്മളോട് ആളുകൾ ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ യൂണിഫോം ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. എന്നും നമുക്കൊരു വില ഉണ്ടാവില്ല. യൂണിഫോമിൽ ഇരിക്കുന്ന സമയത്ത് ഇത് ഒരു ദിവസം ഊരി വെക്കേണ്ടതാണെന്നുള്ള ബോധം ഉണ്ടാവും. ഇത് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഈ കിരീടം താഴെ വീണ് കഴിഞ്ഞാലും ഞാൻ ഈ സമൂഹത്തില് ഞാൻ ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലേണ്ടതാണ് എന്നുള്ള ബോധം ഉണ്ടാവും. ഈ ഒരു ബോധം പലപ്പോഴും ഇല്ല. ഈ കിരീടം എക്കാലത്തും ഇതിങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കും. അത്രക്കാരന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അത് സത്യമാണ്. നമുക്കത് എന്താ ഈ വളരെ മൂന്നാം മുറ ഇല്ലാതെ കേസ് തെളിയിക്കണമെന്ന് ആഗ്രഹവും അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ മൂന്നാം മുറ ഇല്ലാതെ. മൂന്നാം മുറ എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ്, കാടത്തമാണ്. ഒരു കേസ് ഇപ്പം ഇവിടെ ഒരു മോഷണം ഉണ്ടായി. ആ മോഷണം ഉണ്ടായി കഴിഞ്ഞാൽ ഈ മോഷണ സ്ഥലത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ മോഷ്ടാവ് ഒരു 4-5 ചോദ്യം എഴുതിയിട്ടിട്ടാണ് പോയേക്കുന്നത്. ഇത് വായിച്ചെടുക്കാനുള്ള ബോധം ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്താ, ഞാൻ എതിലെയാണ് ഇവിടെ കയറിയെന്ന് അറിയാമോ? ഒരു ചോദ്യം. 2, ഞാൻ എന്തൊക്കെയാണ് ഇവിടുന്ന് മോഷണം ചെയ്തെന്ന് അറിയാമോ? ഞാൻ എതിലെയാണ് കടന്നു പോയെന്ന് അറിയാമോ? ഞാൻ ഇപ്പോഴെവിടെയാണെന്ന് അറിയാമോ? ഞാൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് ഈ ക്വസ്റ്റ്യൻസില്ലേ, ഈ ക്വസ്റ്റ്യൻസിന് നമ്മൾ റിപ്ലൈ കൊടുക്കാനായിട്ട് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അവിടെ എല്ലാം ഉണ്ട്, എവിഡൻസ് അവിടെ കിടപ്പുണ്ട്. ഈ എവിഡൻസ് തപ്പിയെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ക്ഷമ, അതിലേക്കുള്ള ഒരു ത്രില്ലുണ്ടല്ലോ. ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് അല്ലേ. ആ ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു സംഗതിയിൽ നിന്ന് ഒരു തുമ്പ് കിട്ടി അങ്ങനെ പിടിച്ച് അവസാനം അവരിലേക്ക് എത്തുന്ന ഒരു ഭയങ്കര ഒരു ത്രില്ലിംഗ് പ്രോസസ്സാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നത്. അതൊരു ആർട്ട് കൂടിയാണ്. അതിന് മസിൽ പിടിച്ച് ആരായത് ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പം നമുക്ക് കിട്ടേണ്ടതെല്ലാം അടഞ്ഞു പോവാണ്, വഴി അടഞ്ഞു പോവാണ്. നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഓരോ മൂവ്മെന്റ്സും യഥാർത്ഥ കള്ളൻ വാച്ച് ചെയ്യുന്നുണ്ട്. അവനറിയാം. കാരണം എൻ്റെ അടുത്തേക്ക് ഒരാൾ ഒരു സ്റ്റേഷനിലേക്ക് വന്നിച്ച് പറഞ്ഞു, എൻ്റെ അച്ഛനെ ഒരാൾ കൊന്നു സാർ. കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മൾ ഇതായില്ലേ, അയാൾ ഓടി വന്നു കഴിഞ്ഞ് അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തു, FIR ഒക്കെ രജിസ്റ്റർ ചെയ്തു, സ്ഥലത്തെത്തി കഴിഞ്ഞ് ബോഡി കിടപ്പുണ്ട്, കഴുത്ത് അടിച്ചാണ് കൊന്നേക്കുന്നത്. അന്വേഷണം തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം അപ്പോൾ നമ്മുടെ കൂടെ ആക്റ്റീവായിട്ട് ഇയാളുണ്ട്. 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഈ ആശാനെ കാണാനില്ല. പുള്ളിനെ കാണാൻ പുള്ളി എന്തേന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ചു. ആ ഡൗട്ടിൽ നിന്നാണ് പിന്നെ, കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു. ഇവിടെ വേറൊരാൾ ഒരു തേർഡ് പേഴ്സൺ അവിടെ വന്നിച്ച് ഈ കൃത്യം ചെയ്യാനുള്ള ഗ്യാപ്പും ഇല്ല. അപ്പം ഇവനെവിടെ അന്വേഷണം കറക്റ്റ് അവനെ കിട്ടി. നമ്മുടെ സാറേ അല്ല, ഷാജി ചേട്ടൻ ഇപ്പൊ എത്രയോ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ചാലഞ്ചിങ് ആയിട്ട് ഒരുപാട് എല്ലാം. ഞാൻ അപ്പോൾ ഇപ്പൊ സ്വന്തം അച്ഛനെയും അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഇപ്പൊ ഈ ഒരു സിനിമയാണ് പോലും പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലത്തെ റിയൽ ലൈഫിലുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടാണോ ആ ക്യാരക്ടറിലേക്ക് പോകാൻ? 1-2 റിയൽ ഇൻസിഡന്റിൽ നിന്നാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് തന്നെ ഡയറക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഓഫീസർ ഇപ്പോൾ ഉണ്ട്. ആ ഓഫീസറുടെ പേര് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും
ഇപ്പോഴും അദ്ദേഹത്തിന് ഗണ്ണ് അനുവദിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. ഓ ഓക്കെ. ഇപ്പം റിട്ടയർ ആയതിനു ശേഷം എനിക്ക് ഒന്ന് 15-16 വർഷമായിട്ടുണ്ട്. കൊല്ലത്താണ് അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. അദ്ദേഹത്തിന് ഗണ്ണ് ലൈസൻസ് ഗണ്ണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്. കാര്യം അത്രയധികം കേസുകളും അതേപോലെ തന്നെ തെളിയാതെ കിടന്ന കാര്യങ്ങളും കൊടും ക്രിമിനൽസിനെയൊക്കെ പിടിച്ചൊരു ഓഫീസറാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ 1-2 ഓഫീസേഴ്സിൻ്റെ എടുത്ത കുറെ ഇൻസിഡന്റ് ആണ്. അപ്പൊ അവരൊക്കെ നമ്മുടെ ലൊക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇപ്പൊ സാറ് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ എന്തായാലും നമ്മളിങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ എടുക്കുമല്ലോ. വേണ്ടത്ര റെഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായ പെർഫോമൻസ് ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും ഈ അഭിനയിക്കുമ്പോൾ ഷാൻജിനെ തോന്നാറില്ല ഇപ്പൊ എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആ യൂണിഫോം ഇട്ട് കണ്ണാടി നോക്കി കഴിയുമ്പോ തന്നെ ഞാൻ ഷാജോൺ അല്ല, എനിക്ക് ഞാൻ ഈ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഇതാണ് ഞാൻ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അങ്ങനെ ഇല്ല. എന്താണെന്ന് അറിയില്ല, ഞാൻ ഈ പറഞ്ഞത് നമ്മൾ കുറെ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ദൃശ്യം അടക്കം ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻഡ് അല്ല. നമ്മളൊരു ക്യാരക്ടർ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അതിന് മുൻപ് ചെയ്തതും ഒന്നും എൻ്റെ മനസ്സിലോട്ട് വരില്ല, അതിന് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നതും ഒന്നും മനസ്സിലോട്ട് വരില്ല. ശരി, നമ്മൾ അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ഷാജോൺ എന്ന് പറയുന്ന ഒരാളല്ല, ആ ക്യാരക്ടറിലേക്ക് ആവുമ്പോഴേ ഷാജോൺ ചേട്ടന് ഈ പോലീസുകാർ ഇത്രയൊക്കെ എങ്ങനെയാണ് അവർ സഫർ ചെയ്യണത്, അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്യണ ഓരോ കാര്യങ്ങളും, അവരുടെ ആ ഒരു പെയിൻ, അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യണ കുറെ ഇത്, അപ്പൊ ആ ഒരു ഇതൊക്കെ ശരിക്കും റിലേറ്റ് ചെയ്യുമ്പോൾ അത് വരും. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കിപ്പം ഈ എസ്.ഐ. രാമേന്ദ്രനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരാൾ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അതിന് മുൻപ് നമ്മൾ ചെയ്ത ഒരു ആളുമായിട്ട് ഒരു സാമ്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ മേക്കപ്പും നമ്മുടെ ആ കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ ഇത് വേറൊരാളാണല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു പകുതി വരെ നമ്മൾ വിജയിച്ചു. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ അതിനൊപ്പം പിന്നെ നമ്മളങ്ങ് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മോഡുലേഷൻ ഉണ്ടാക്കുക ഒന്നും വേണ്ട. നമ്മൾ അറിയാതെ തന്നെ ഇതിനകത്ത് തന്നെ ഇപ്പം സിനിമ കണ്ടു കഴിഞ്ഞപ്പം കുറേ പേര് പറയുന്നുണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ഇത് പിടിച്ചൊരു താളത്തിലാണല്ലോ പോകുന്നത്, ഒരു വലിയ ചടലതൊന്നും ഇല്ലാതെ. കാര്യം ആദ്യത്തെ ഒരു ഫസ്റ്റ് സീനിൽ മാത്രമേ ഇദ്ദേഹത്തെ യൂണിഫോമിൽ കാണുന്നുള്ളൂ. ഫസ്റ്റ് സീൻ തന്നെ ഇദ്ദേഹത്തിന് റിട്ടയർമെന്റ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ആ യൂണിഫോം ഇടുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം എൻ്റെ ചാച്ചൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് ചോദിച്ചു, ചാച്ചൻ നിങ്ങൾ എങ്ങനെ കള്ളന്മാരെയൊക്കെ പിടിക്കുന്നത്, എങ്ങനെ ധൈര്യം വരും? അപ്പോൾ ചാച്ചൻ പറയാം, ആ ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു 10 ആന വന്നാൽ ഒറ്റയടിക്ക് ഇടാൻ പറ്റുന്ന ഒരു ധൈര്യം നമ്മുടെ മനസ്സിലോട്ട് വരും. സാറ് മുമ്പ് പറഞ്ഞില്ല ഞാൻ എത്ര മാസം അത് ട്രെയിനിങ് എന്ന് പറഞ്ഞത്. അതാണ്, ആ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ധൈര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ ആ യൂണിഫോമിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു വലിയ ഫോഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ട്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഇതുണ്ട്. പക്ഷേ ഈ റിട്ടയർമെന്റിന് ശേഷം പിന്നെ ഈ രാമേന്ദ്രനെ നമ്മൾ കാണുമ്പോഴൊക്കെ ഇയാൾ കുറച്ച് ഡള്ളാണ്. കാര്യം ഇയാളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. ഇയാളെ ഈ റിട്ടയർമെന്റിന്റെ പിറ്റേ ദിവസം ഇയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള ചായക്കടയിൽ പോയിരിക്കും. ഇയാൾക്ക് വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇയാൾക്ക് മതിയാവുന്നില്ല. ഇയാളുടെ ശീലം ഇതാ, ഇവിടുന്ന് ചായ കുടിക്കാൻ സ്റ്റേഷനിൽ ഇയാൾ ഈ ചായ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഇല്ല ആ വ്യക്തിക്ക്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാറിനൊക്കെ ലൈഫിൽ ഒരുപാട് അതിനുശേഷം അല്ല, അതിനു മുമ്പ് തന്നെ ഞാനൊരു ബേസിക്കലി ഒരു കലാകാരനാണ്. അപ്പൊ ഞാൻ വരയ്ക്കും, എഴുതും, ഇതൊക്കെ ചെയ്യും. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഫീൽഡ് വളരെ വിശാലമായി. കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാനൊരു ഓൺലൈൻ മാഗസിൻ നടന്നുണ്ട്, ഇമ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 50,000 വായനക്കാരിലേക്ക് എത്തി. അപ്പൊ നമുക്ക് എപ്പോഴും എൻഗേജ്മെന്റ് ആണ്. പക്ഷെ ഈ രാമേന്ദ്രൻ നേരെ ഓപ്പോസിറ്റാ. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. പുള്ളി ഒരു പിറ്റേ ദിവസം രാവിലെ വീണ്ടും പോയി സ്റ്റേഷനിലോട്ട് നോക്കിയിരിക്കുന്നു. സ്റ്റേഷന്റെ അകത്തൊക്കെ ചെന്ന് എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. പിന്നെ പയ്യെ ഇദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്, ഇന്നലെ വരെ എന്റെ സ്വന്തമായിരുന്ന സ്ഥലം അവിടെ ഞാനിപ്പോ ആരും അല്ല. ഇദ്ദേഹത്തിന്റെ സീറ്റ് വർഷം ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇദ്ദേഹം ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ എസ്.ഐ. രാമേന്ദ്രൻ എന്നുള്ള ബോർഡൊക്കെ പറഞ്ഞ് താഴെ ഇട്ടിട്ട് വേറെ ആളവിടെ ബോർഡ് വെച്ച് അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞു. പുള്ളി അവിടെ മൊത്തം അന്യനായി പോവാണ്. പക്ഷെ പുള്ളിക്ക് ഇതല്ലാതെ, സാറിന് പിന്നെ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഈ ജോലിയല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഉണ്ടാകുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ട്രോമയും അതിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു ജോലിയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുന്നതാണ്. പിന്നെ അങ്ങോട്ടുള്ളതാണ് ബാക്കി നമ്മുടെ സിനിമയുടെ കഥ. ഓക്കെ, സാറിന്റെ ലൈഫിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഇതിൽ ഏത് സ്റ്റേജിലൂടെയാ സാറ് ഈ റിട്ടയർ കഴിഞ്ഞപ്പോ? എനിക്കും ചെറിയ പരിപാടി ഉണ്ട്. റിട്ടയർഡ് കഴിഞ്ഞപ്പോൾ ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കും. ആണ് ഇപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. പോലീസ് എന്ന് മാത്രമല്ല, ഏതൊരു വ്യക്തിയും എൻഗേജ്ഡ് ആയിരിക്കും. കാരണം അയാൾക്ക് ഒരു ഫീൽഡ് ഉണ്ടാവണം. അയാൾക്ക് ചെയ്യാനായി എന്തിനാണ്, കൃഷിയായാലും മതി, പാചകമായാലും മതി, അല്ലെങ്കിൽ എഴുത്തായാലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. അല്ല, പെട്ടെന്ന് പ്രായമായപ്പോ ഞാൻ എൻ്റെ ചാച്ചനെ ഞാൻ അത് കണ്ടാണ്. ചാച്ചൻ റിട്ടയർമെന്റിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചാച്ചൻ പയ്യെ മുറുക്കാൻ തുടങ്ങി.
അതുപോലെ അങ്ങനെ ശീലമില്ല. ഞാൻ നോക്കി ചാച്ച ഒരു ദിവസം മുറുക്കുക. അപ്പം അമ്മ ചോദിച്ചു ഇന്ന് ചാച്ച എന്താണ് മുറുക്കുന്നേ, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് പയ്യങ്ങ് ശീലമായി മാറുകയാണ്. അതായത് പ്രായമായി, ഇനി ഒന്നും ചെയ്യാനില്ല, എങ്ങോട്ട് പോവാനില്ല, അങ്ങനെ ഒരു ധാരണയൊക്കെ ആയി. പിന്നെ ചാച്ചനങ്ങ് പ്രായമായി വരികയായിരുന്നേ. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു മനസ്സിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ശരിക്കും റിയൽ ലൈഫിൽ അച്ഛനെ അങ്ങനെ കണ്ടപ്പോഴേ ഷാജഹാൻ ആദ്യമായിട്ട് ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു വേഷം ഇട്ടപ്പോ സ്വന്തം അച്ഛന്റെ എന്തെങ്കിലും ഒരു മാനറിസം അത് അങ്ങനെ കോപ്പി ചെയ്യാൻ നോക്കിയോ? ഇല്ല, ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. കാരണം എന്റെ ചാച്ചൻ വിജിലൻസിലായിരുന്നു, യൂണിഫോം ഇല്ല. ചാച്ചനെ ഞാൻ ലൈഫിൽ പോലീസ് യൂണിഫോമിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് പോലീസ് എന്ന് പറയുമ്പോൾ ചാച്ചന്റെ ഫേസ് എനിക്ക് ഓർമ്മ വരത്തുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സാധാരണക്കാരൻ ഒരാളായിരുന്നു ഞാൻ. യൂണിഫോമിൽ കണ്ടിട്ടുമില്ല. പിന്നെ ചാച്ചൻ, പക്ഷെ ഞാൻ പറഞ്ഞ ഒരുപാട് പുലികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് ഇടിക്കുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ട്, നന്നായി വളരെ പാവമായിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ട്. CA മുതൽ ആ സമയത്ത് നമ്മുടെ ക്വാർട്ടേഴ്സിലായിരുന്നു, കോട്ടയത്ത് മുട്ടമ്പലത്തായിരുന്നു ഞാൻ ക്വാർട്ടേഴ്സിലായിരുന്നു. CA മുതലുള്ള പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം നമ്മൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും നമ്മൾ അവരെ ഒന്നും അങ്ങനെ വാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ശശിധരൻ സാർ എന്നൊക്കെ പറയുന്നൊരു ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിലൊക്കെ ഓരോരുത്തരോ നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ ദേഷ്യപ്പെടലൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കുന്നു. ഞങ്ങളിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ സാർ മിണ്ടല്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിള്ളേരിങ്ങനെ പോകുന്നത്. അപ്പൊ അങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. നിങ്ങളിപ്പോ സിനിമകളൊക്കെ കാണാറില്ലേ? അല്ലേ? അപ്പൊ ഷാജൻ ചേട്ടൻ ചെയ്യുന്ന എപ്പോഴും ഇദ്ദേഹം ഷാജൻ ചേട്ടന്റെ ക്യാരക്ടർ റോളുകളാണോ, ഈ പറയുന്ന പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ കോമഡി ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? പോലീസ് ഭയങ്കര ആത്മാർത്ഥത, ജോലിയോട് എന്തൊരു ആത്മാർത്ഥതയായിട്ടുള്ള പോലീസ്. വേറൊരു കാര്യമുണ്ട്, സഹദേവനാണ് ശരിക്കും പോസിറ്റീവ് ആ ക്യാരക്ടർ ആ സിനിമയില്. അദ്ദേഹം കണ്ടൊരു കാര്യം അതാ പറഞ്ഞത്, ട്രൈ ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. പക്ഷെ നമുക്കിപ്പോ ലാലേട്ടനുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ദേഷ്യം. ഇദ്ദേഹം ഈ അണപ്പല്ല് കടിക്കുന്ന ഒരു ഇതുണ്ട്, അതൊരു അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു ഒരു പ്രത്യേക നന്നായിട്ടുണ്ട്, വളരെ വളരെ നന്നായിട്ടുണ്ട്. കാരണം അത്രയും ആഴത്തിൽ അതിനെ സ്റ്റഡി, ആ സമയത്ത് ആ സിറ്റുവേഷനിൽ എന്തായിരിക്കും നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് ഒരു നടൻ കീനായിട്ട് വാച്ച് ചെയ്തിട്ടല്ലേ ഓരോന്നും ചെയ്യുന്നേ. ഷാജഹാൻ എന്തൊക്കെ പറഞ്ഞു, അതിപ്പോ കോമഡി ഷാജഹാൻ ചെയ്യുന്ന കണ്ടാൽ നമ്മൾ അവിടെ ചിരിച്ച് നമ്മുടെ അതോ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് അങ്ങനെയാവും. അതാ ഓരോന്നിനും ഇങ്ങനെയൊക്കെ ഇരുന്നാലും ചെയ്യാനാണ് ഏറ്റവും വിഷമം. അതെ, ഒരാളെ ചിരിപ്പിച്ചെടുക്കാന്ന്, പ്രത്യേകിച്ച് മലയാളിയെ ചിരിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ കോമഡി ചെയ്യുന്നവർക്ക് സാധാരണ വേഷങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു റീഡിങ്. എന്താ ഷാജഹാൻ പറയാനുള്ളത്? അല്ല, അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ കോമഡി ചെയ്യുന്ന എല്ലാവർക്കും എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് എതിരഭിപ്രായം ഉണ്ട്. ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ്, ഓരോരുത്തരുടെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള വെറൈറ്റി കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ പറ്റുമായിരിക്കാം. എല്ലാ വേഷങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിപ്പം കോമഡി ചെയ്യുന്നവരെന്നല്ലോ, എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ഇപ്പോഴാണ് പിന്നെയും സിനിമകൾ ഇപ്പം മാറിയിട്ടുള്ളത് കൊണ്ട് അതിന് സാധ്യതകളുണ്ട്. ഇപ്പം മുൻപൊക്കെ നമുക്ക് ഇന്ദ്രൻസ് ചേട്ടൻ എത്ര ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ല, ഒരു സമയത്ത് ഇന്ദ്രൻസ് ചേട്ടൻ കോമഡി എന്നല്ലാതെ അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ സിനിമ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇന്ദ്രൻസ് ചേട്ടനെ കൊണ്ട് എത്രത്തോളം വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് സാധ്യത കൂടുതലാണ്. സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ ചോദിക്കുന്നത്, എല്ലാത്തരം വേഷങ്ങളും പെട്ടെന്ന് ഹ്യൂമർ ചെയ്യുന്നവർക്ക് അവർക്ക് പറ്റും ഈസി ആയിട്ട്. കാരണം ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള സാധനം ചെയ്ത് ട്രെയിൻഡ് ആയിട്ടുള്ളത് കൊണ്ട് വളരെ ഹാർഡാണ്. ഹ്യൂമറിന്റെ ഒരു ബാലൻസിങ് ഉണ്ട്. അതായത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാളി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു പോകും. ശരിക്കും ആ സമയമുണ്ടല്ലോ, ഓരോ ഇത്ര സമയത്തിനുള്ളിൽ കറക്റ്റ് അത് വീഴണം. മീറ്റർ കറക്റ്റ് ആയിരിക്കണം. കാരണം ജഗതി ചേട്ടൻ ഇത്രയും പിടിച്ചു നിൽക്കുന്ന അദ്ദേഹം കറക്റ്റ് മീറ്ററിലാണ് അതിന്റെ കോമഡി വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ്. നമ്മൾ എപ്പോ കണ്ടാലും ആ സിനിമകളൊക്കെ എപ്പോ കണ്ടാലും നമ്മൾ ചിരിക്കും. കാരണം അതിനകത്തൊരു ഇന്നസെൻസ് ഉണ്ട്. ഷാജഹാൻ ഈ പറയുന്ന പോലെ ഇപ്പൊ കോമഡി ചെയ്യും, സീരിയസ് ആയിട്ടുള്ള വിഷമിപ്പിക്കുന്ന ക്യാരക്ടർ ഇതെല്ലാം ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഏറ്റവും റിസ്കി ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട വന്നത് എന്തായിരിക്കും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഏത് ഇമോഷൻ ആയിരിക്കും? ഹ്യൂമർ പിന്നെ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കാം. എപ്പോഴും ഈ ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് സാർ മുമ്പ് പറഞ്ഞ ആ പർട്ടിക്കുലർ ആ ഷോട്ട് ഉണ്ടല്ലോ, അത് ആ കണ്ണാടി ചെയ്യണം, അത് ഈ പറഞ്ഞതുപോലെ കുറച്ച് ബുദ്ധിമുട്ടി ചെയ്താണ്. ഒരു 3-4 തവണ ചെയ്തപ്പോഴും ജിത്തുബായിക്ക് അത് ഇഷ്ടമായില്ല. പക്ഷേ അത് എങ്ങനെ ആവണം എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ല. അത് എന്തായിരിക്കണം ആ സമയത്തുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഒരു തവണ ചെയ്തു,
രണ്ടാമതും ചെയ്തപ്പം ജിത്തുവായി പറഞ്ഞു അതല്ല ഷാജൻ, അതല്ല, വേറെ എന്തെങ്കിലും നമുക്കൊന്ന് പിടിക്കാം. ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം വേണം, എന്നാൽ അതോടൊപ്പം അയാൾ അപ്പുറത്തിരിപ്പുണ്ട്, കണ്ണാടി കൂടെ അയാൾക്കിട്ട് നോക്കിയിട്ട് ഒരു ദേഷ്യവും വേണമെന്ന് പറഞ്ഞു. അപ്പം എന്തോ ദൈവാനുഗ്രഹത്തിനൊക്കെ ഒത്തു വന്നതാണ് ആ സാധനമൊക്കെ. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു ദൈവാനുഗ്രഹമാണ്. ആ സമയത്ത് അത് കറക്റ്റ് വരിക. അത് വന്നാണ് ജിത്തു പറഞ്ഞു ഓക്കെ കറക്റ്റ് മതി എന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം അങ്ങ് മാറി. അപ്പം അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഷാജൻ ചേട്ടനെ തന്നെ നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴേ ഈ ഷാജൻ ചേട്ടൻ വേറെ ആരുടെ കൂടെ ചെയ്താലും ദിലീപ് ഏട്ടന്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോ അതിനൊരു പ്രത്യേക ഒരു രസവും ചന്തവും, അത് അവർക്കിടയിലുള്ള കെമിസ്ട്രി കറക്റ്റായിട്ട് വർക്ക് ആവുന്നതിൻ്റെയാണ്. അത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ലേ? ബോഡി ഗാർഡ് ബിഗ് ബോസില് മൈ ബോസില് അതിന്റെയൊക്കെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ്. രാമലീല ദിലീപേട്ടനുമായിട്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ രാമചന്ദ്രന്മാർക്കെല്ലാം ഒരൊറ്റ ടാസ്ക് തരാൻ പോവാ. പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഫുൾ നെയിം പറയണം. എല്ലാവരും റിട്ടയർഡ് ആയിട്ടുള്ള SI-മാരാണല്ലോ. ഓക്കെ, സാർ ആദ്യം പറയൂ സാറിന്റെ ഒറിജിനൽ നെയിം. രാമചന്ദ്രൻ എമ്മൻ. KK രാമചന്ദ്രൻ. മറ്റേ ക്യാരക്ടറിന്റെ പേരാണോ? എനിക്ക് രാമേന്ദ്രൻ അറിയത്തുള്ളൂ. CID രാമേന്ദ്രൻ റിട്ടയർഡ് SI. അപ്പൊ നിങ്ങള് സിനിമയൊക്കെ ഈ പേര് എന്നെ ക്യാച്ച് ചെയ്തതാണ്. ആണോ? ശരിക്കും ഞെട്ടിയിട്ടുണ്ടാവും അല്ലെ നിങ്ങളുടെ പേര് തന്നെ? രാമചന്ദ്രൻ റിട്ടയർഡ് SI. അതിനകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. രാമചന്ദ്രൻ റിട്ടയർഡ് SI. എന്റെ കഥ എങ്ങാനും ആണോ? അല്ല, റിട്ടയർഡ് SI രാമചന്ദ്രൻ. അപ്പോൾ എന്തോ ആ ക്യാരക്ടർ ആ കഥാപാത്രം വേറെ എന്തോ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് നല്ല ഇതാണ് ഈ ടൈറ്റിൽ എടുക്കുന്നതിനകത്തുള്ള. അല്ല, എനിക്ക് തോന്നുന്നു പേഴ്സണലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കഥാപാത്രം കാണുന്നതിന് പ്രത്യേക ഒരു താല്പര്യം തന്നെ ഉണ്ടാവും അല്ലെ? നിങ്ങളുടെ പേര് തന്നെ വരുന്നു, ഇത് പോലീസ്, ഇവരെന്തായിരിക്കും ആ സിനിമയിൽ കണ്ടുപിടിക്കണേ, അതൊന്നും അറിയാം. ഈ റിട്ടയർഡ് രാമേന്ദ്രന്മാരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. കൗതുകമായിരിക്കും. അതെ അതെ, എല്ലാവരും ഒറ്റ പേര് വിളിച്ചാൽ രാമേന്ദ്രൻ കൊള്ളാം. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത് തന്നെ. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ഈ സിനിമ കാണണം, തിയേറ്ററിൽ പോയിട്ട്. എന്തായാലും നിങ്ങളുടെ റിയൽ ലൈഫിലെ എന്തെങ്കിലും ഒരു സംഭവം അതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവണം അല്ലേ? ഉണ്ടാവും, എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ വന്നതില്. ഈ ഒരു അല്പസമയമെങ്കിലും എത്തിയതിൽ ഒരുപാട് സന്തോഷം. അത് ശരിക്കും ഞെട്ടിയല്ലേ റിയൽ ലൈഫിൽ രണ്ട് രാമചന്ദ്രന്മാര് വന്നപ്പോ.